ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നിങ്ങൾക്കറിയാം. ഇന്ന് ഫുൾ ഡേ ഓർഗാനിക് കെമിസ്ട്രി ലാബുള്ള ദിവസമാണ്. ഫുള്ള് ഈ 5 അവറും ഞാൻ ഈ കെമിസ്ട്രി തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടി ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 2 സെഷൻ, രാവിലെ ഒരു സെഷനും ഉച്ചയ്ക്കൊരു സെഷനും ഈ ക്ലാസ്സുകൾ, ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെ പറ്റി അതിൻ്റെ തിയറി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്ന ടെസ്റ്റായിരുന്നു. അതിൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെ പറഞ്ഞു. ഓരോ ടെസ്റ്റും അതിൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ സമയം കൊണ്ട് ഞാൻ സ്ലൈഡുകൾ എടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ. അടുത്ത് നമുക്ക് കാണാനുള്ളത് ആക്ഷൻ ഓഫ് NaOH ആണ്. ആക്ഷൻ ഓഫ് NaOH തുടരല്ലേ നമ്മൾ? ആയിക്കോട്ടെ. ആക്ഷൻ ഓഫ് NaOH 2 തരത്തിലാണ് ടെസ്റ്റ് നടത്തുക. ഒന്ന് ഡൈല്യൂട്ട് NaOHും രണ്ടാമത്തെ കോൺസെൻട്രേറ്റഡ് NaOH ആയിട്ട്. ഡൈല്യൂട്ട് NaOH എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കണ്ടെത്താനും ഒപ്പം അമൈഡ്സിനെ കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ്, ഫീനോൾ പോലെയുള്ള സാധനങ്ങൾ ആലോചിച്ച് നോക്കിയേ, അസിഡിക് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താവും? അത് അതിൻ്റെ സോൾട്ട് ഫോം ചെയ്യും. അത് പോളാറാണ്. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിടക്കും. അതായത് ഡൈല്യൂട്ട് NaOH സബ്സ്റ്റൻസ് ഇട്ടാൽ അത് ഫീനോളോ കാർബോക്സിലിക് ആസിഡോ ആണെങ്കിൽ അത് ഡിസോൾവ് ചെയ്ത് പോകും, അല്ലെങ്കിൽ വേറെ ലെയറായിട്ട് നിൽക്കുള്ളൂ. ഇനി ചില കേസിൽ അമോണിയ ഇവോൾവ് ചെയ്യും. ചെറുതായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ അമോണിയ ഇവോൾവ് ചെയ്യും. ഈ ഫീനോളിന്റെ കേസിൽ, ആസിഡിന്റെ കേസിൽ ചൂടാക്കിയില്ലെങ്കിൽ റിയാക്ഷൻ കിട്ടും. പക്ഷേ ഈ അമൈഡിന്റെ കേസിൽ അമോണിയ ഇവോൾവ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് ബോയിൽ ചെയ്യേണ്ടി വരും. വല്ലാണ്ട് ബോയിലിംഗ് ഒന്നും വേണ്ട, ചെറുതായിട്ട് ചൂടാകുമ്പോൾ റിയാക്ഷൻ, അമോണിയയുടെ സ്മെല്ല് വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ ടെസ്റ്റ് ഞാൻ ഇങ്ങനെ പറയുന്നു: ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് NaOH സൊല്യൂഷൻ. A little of the substance is boiled with 2 normal NaOH. അപ്പം എന്താ ഈ 2 നോർമൽ എന്ന് പറയാം? നിങ്ങളുടെ വർക്ക് ബെഞ്ചിൽ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ ലാബിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓരോരുത്തരുടെ സീറ്റിലും ഒരു റാക്കിൽ കെമിക്കൽസ് വെച്ചിട്ടുണ്ടാവും. ആ ബെഞ്ച് റിയേജന്റ് എന്ന് പറയാം. ഈ ബെഞ്ച് റിയേജന്റുകളെല്ലാം തന്നെ ഏറെക്കുറയും 2 നോർമൽ കോൺസെൻട്രേഷൻ ഉള്ളത്, ആസിഡുകളായാലും ബേസുകളായാലും. അതുകൊണ്ടാണ് 2 നോർമൽ NaOH എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താ? When boiled with 2 normal NaOH, ammonia is evolved. Then it may be amide. In case substance dissolved, it may be acidic substances like acids, phenols. Okay, acid, phenol. Sometimes when strongly boiled with 2 normal NaOH, there will be the separation of oil formation. In that case, presence of anilide. Out of these 3 observations, the last one, separation of oil formation, is not necessary for you because anilides are not there for analysis as per your syllabus. അതുകൊണ്ട് നിങ്ങൾ അനലൈഡ്സിനെ പറ്റി ബോധ ചെയ്യേണ്ട ബാക്കി 2 ഒബ്സർവേഷൻസ് നിങ്ങൾ പഠിക്കുക. ഇനി അതിൻ്റെ കെമിസ്ട്രിയെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ഫീനോൾസ് നോക്കൂ. ഒരു ടിപ്പിക്കൽ ഫീനോൾ C6H5OH ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പ്ലസ് NaOH. ഇവിടെ NaOH ബേസിക് ആണ്, ഇത് അസിഡിക് ആണ്. ഫീനോൾ അസിഡിക് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ അസിഡിക് ആയിട്ടുള്ള ഫീനോളും NaOH കമ്പൈൻ ചെയ്ത് സോഡിയം ഫീനോക്സൈഡ് ഫോം ചെയ്യും. അത് പോളാറാണ്, വാട്ടർ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് ഇത് വെള്ളത്തിൽ സൊല്യൂബിളായി കിടക്കും, ഡിസോൾവ് ചെയ്യും. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലോ നോക്കൂ, സെയിം കേസ്. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്, പോളാറാണ്, അതുകൊണ്ട് സൊല്യൂബിൾ ആണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. ഇനി അമൈഡിന്റെ റിയാക്ഷൻ അപ്പം നിങ്ങൾ എന്താ പറയാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. അമൈഡിന്റെ റിയാക്ഷൻ തൊട്ടടുത്ത കോൺസെൻട്രേറ്റ് NaOH ടെസ്റ്റിലും വരുന്നുണ്ട്, അതുകൊണ്ട് അതിൽ പറയായിരിക്കും നല്ലത്. അപ്പോൾ ആക്ഷൻ ഓഫ് NaOHന്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ടെസ്റ്റ് ഏതാ? ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് NaOH. ടെസ്റ്റ് ഇങ്ങനെ പറയും: A little of the substance is boiled with 20% NaOH for 20 minutes, cooled and acidified with dilute HCl. ഓക്കെ, അപ്പോൾ അമൈഡുകളാണെങ്കിൽ അവിടെ ഹൈഡ്രോളിസിസ് നടക്കും, സോഡിയം കാർബോക്സിലേറ്റ് ഫോം ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് വാട്ടർ സൊല്യൂബിൾ ആണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തെടുക്കും.
അപ്പോൾ നമ്മൾ എടുക്കുന്നത് ആൽക്കലിയാണ്, സ്ട്രോങ് ആൽക്കലിയാണ്, 20% ആൽക്കലി. അത് വാട്ടർ ഡിസോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്താൽ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ഡൈലൂട്ട് HCl കിട്ടും, ഡൈലൂട്ട് HCl കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 2-3 ഡ്രോപ്പ് കോൺസെൻട്രേറ്റ് HCl ഒഴിച്ചാലും മതി, തണുപ്പിച്ചതിന് ശേഷം ഒഴിക്കുന്നത് മാത്രം. ഓക്കെ. അപ്പോൾ വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രിസിപ്പിറ്റേറ്റ് കിട്ടിയാൽ എന്താർത്ഥം? അരോമാറ്റിക് അമൈഡ്സോ എസ്റ്റേഴ്സോ ഉണ്ടെന്ന് അർത്ഥം. അമൈഡ്സിനും ഇത് ഹൈഡ്രോളിസിസ് നടക്കും, എസ്റ്ററിന് ഹൈഡ്രോളിസിസ് നടക്കും. രണ്ടിനും ഹൈഡ്രോളിസിസ് പറയുമെങ്കിലും എസ്റ്ററിന്റെ കേസിൽ നമ്മൾ വിളിക്കുന്ന പേര് എസ്റ്റർ ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുക. അതിന് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സാപ്പോണിഫിക്കേഷൻ. Chemistry of concentrated NaOH test. For esters, the reaction is, see, this is an ester, typical ester, CH5COO R-. When this ester is made to react with the sodium hydroxide for on a water bath for 10-20 minutes, what happens? There will be the formation of corresponding sodium salt of the carboxylic acid, along with formation of alcohol. And this sodium carboxylic acid, sodium salt of carboxylic acid or sodium carboxylate is soluble in water. Whenever you acidify with the concentrated HCl, after cooling, what happens? Corresponding carboxylic acid will regenerate and precipitate as a white precipitate. From the white precipitate, very easily you can infer that the compound, the unknown compound, the sample is an ester. Got the idea? Ester hydrolysis. That's a typical name for this ester hydrolysis. You may be remembering still. What is it? I already told you. Saponification. Okay. Then amides. In the case of amides, reaction is similar reaction. CH5CuNH2. This one is typically benzamide. Aromatic amide ആണ് benzamide. Benzamide on reaction with NaOH, it forms corresponding sodium salt of benzoic acid, sodium benzoate. Okay, which is soluble. On acidification, what happens? As in the previous case, this carboxylic acid will get precipitated as a white precipitate. White precipitate indicates the presence of amide as well as ester. In both the cases, you will get a white precipitate of carboxylic acid. Okay, let me continue. So we shall pass on to the next test. Action of soda lime. ഈ ടെസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ചെറിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. ടെസ്റ്റ് ട്യൂബൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ട്. അതുകൊണ്ട് അത് ചെയ്യേണ്ടെന്നാണ് പറയാറ്. പക്ഷെ എഴുതി വെക്കേണ്ടി വന്നു. നിങ്ങൾ ടെസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിൽ കിട്ടിക്കഴിയുമ്പോൾ, കൺഫർമേഷൻ കഴിയുമ്പോൾ ഈ സോഡ ലൈമിൽ എന്ത് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പിന്നീട് എഴുതി ചേർക്കാൻ പറ്റും. തൽക്കാലം അവിടെ പെൻഡിങ്ങിലിടുക. എന്നാലും നമ്മൾ സ്കീം പറയുമ്പോൾ അത് മൊത്തം പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് മെന്റ് ബൈ സോഡ ലൈം. സോഡ സ്റ്റാൻഡ്സ് ഫോർ കോസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്. വാട്ട് അബൌട്ട് ലൈം? കാൽഷ്യം ഓക്സൈഡ്, CaO. കാൽഷ്യം ലൈം എന്ന് പറഞ്ഞാൽ അതാ കാൽഷ്യം ഓക്സൈഡ്. And 1:3 ratio mixture of sodium hydroxide and calcium oxide is known as sodium hydroxide and calcium oxide is known as soda lime. Okay. Soda lime distillation test വിളിക്കാറുണ്ട്. ടെസ്റ്റിംഗ് ഇങ്ങനെ ചെയ്യുക. A little of the substance is mixed with thrice its mass of dry soda lime in a dry test tube and heated. The issuing gas is tested. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സോഡ ലൈം എന്ന് പറയുന്ന സാധനം അസറ്റ് കിട്ടും. രണ്ടിൻ്റെ മിക്സറാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സറാണ് 1:3 റേഷ്യോയിലുള്ളത്. അത് നല്ലോണം പൗഡർ ചെയ്ത് കോമ്പൗണ്ട് അതിൻ്റെ കൂടെ പൗഡർ ചെയ്യും. ടെസ്റ്റ് ട്യൂബിൽ ഒരു ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇടും. എന്നിട്ടത് ഡ്രൈ ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുമ്പോൾ അതിന് പുറത്തേക്ക് വരുന്ന ഗ്യാസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ആ ഗ്യാസ് സ്മെല്ല് ചെയ്ത് നോക്കാം. സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ കെറസിൻ ലൈക്ക് സ്മെല്ല് ഉണ്ടെങ്കിൽ അതൊരു ഹൈഡ്രോ കാർബൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പുറത്തേക്ക് വരുന്ന സ്മെല്ല് ഹൈഡ്രോ കാർബണിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ കെറസിൻ ലൈക്ക് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് ആവും. ഈ ഇനീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ഇഫ് അമോണിയ ഈസ് ഇവോൾവ്, പ്രസൻസ് ഓഫ് അമൈഡ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില കേസ് അമിൻ്റെ കേസിലും കിട്ടാറുണ്ട്. അമീൻസ് അത്ര റിലവൻ്റ് അല്ല. അമൈഡ്സിന് കൃത്യമായിട്ട് കിട്ടും. അമോണിയ ഇവോൾവ് ചെയ്യും. അപ്പോൾ സ്മെല്ല് നോക്കിക്കൊണ്ട് മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. ലെറ്റ് മീ ഗോ ടു ദ chemistry.
നോക്കൂ, സോഡിയം അസറ്റേറ്റ് ഒരു കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാർബോക്സിലിക് ആസിഡ് ആയാലും സെയിം റിയാക്ഷനാണ്. സോഡിയം അസറ്റേറ്റ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് ആവാം, എന്തു ആവട്ടെ. അതെടുത്തു കഴിയുമ്പോൾ നോക്കൂ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഈ സോഡ ലൈമിലെ ആക്റ്റീവ് സ്പീഷി എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ഇത് റിയാക്ട് ചെയ്യും. കാൽഷ്യം ഓക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് സംഭവിക്കും, ഒരു മോള് കാർബൺ സോഡിയം കാർബണേറ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ഉണ്ടാവുക. പീരിയോഡിക് ഹൈ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടത്തുക. 200-250 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് റിയാക്ഷൻ നടക്കുക. എന്നാൽ റെഡ് ഹോട്ടാക്കി ചൂടാക്കുമ്പോൾ റിയാക്ഷൻ നടക്കുക. ഹൈ ടെമ്പറേച്ചർ ചീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ റീഅറേഞ്ച് ചെയ്ത് ഈ ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിൽ നിന്ന് പുറത്തു പോകും. ഈ NaOHലെ ഹൈഡ്രജൻ ഇവിടേക്ക് അറ്റാച്ച് ചെയ്യും. അത് CH3 എന്നുള്ളത് CH4 ആയിട്ട് പുറത്തു വരും. അപ്പോൾ ഇവിടെ CH3CON, അതായത് സോഡിയം അസറ്റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് മെത്തൈൻ ആണെങ്കിൽ, നിങ്ങൾ സോഡിയം ബെൻസോയേറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കണം? ബെൻസീൻ. ഇതിനൊക്കെ ഹൈഡ്രോ കാർബൺ സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് ആസിഡ് ആണെങ്കിലും ഹൈഡ്രോ കാർബൺ സ്മെല്ലുണ്ട്. അമൈഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് അമോണിയ റീജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ കിട്ടുന്ന അമോണിയയുടെ സ്മെല്ല് കിട്ടും. അപ്പോൾ ഇങ്ങനെ സോഡ ലൈം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഇത് ചെയ്യണമെന്ന് പറയാറ്. ഇനി അഡീഷണൽ മറ്റ് എന്താ പറയുക, ഇനി വരാൻ പോകുന്ന ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇതൊക്കെ എഴുതി ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. മറിച്ച് എക്സാമിനർ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളത് ചെയ്യേണ്ട കാര്യമുള്ളൂ. കെമിസ്ട്രി മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കണം. കെമിസ്ട്രിക്ക് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് പോസ് എഴുതാല്ല, ഞാൻ വല്ലാണ്ട് സ്ലോ ആക്കിയാൽ നിങ്ങൾ. അടുത്ത ടെസ്റ്റാണ് action of sodium bicarbonate. A little of the substance is added to a few drops of saturated solution of sodium bicarbonate. If you observe brisk effervescence with the liberation of carbon dioxide, the result will be, the inference will be presence of acids. What's the idea? And the brisk effervescence in higher secondary അല്ലെങ്കിൽ പ്ലസ് ടുവിൽ കാർബണേറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ആസിഡ് ഒഴിക്കുമ്പോൾ അല്ലെന്ന് പറഞ്ഞ് സോഡ കപ്പി കുട്ടികളെന്ന് പറഞ്ഞ് പൊന്തി വരുന്ന രീതി. ഈ ഓർഗാനിക് ആസിഡുകൾക്കാണ് ഈ റിയാക്ഷൻ കിട്ടുക. ഓർഗാനിക് ആസിഡുകൾക്ക് അത് റിയാക്ടിവിറ്റി കുറവായതിൻ്റെ പേരിൽ നമ്മൾ അത്ര വിചാരിക്കുന്ന പോലെ അത്രയുള്ള ഒരു ബ്രിസ്ക് എഫറസൻസ് ഒന്നും നമ്മൾ ഉണ്ടാവില്ല. നല്ല കുറച്ച് നേരം 2 മിനിറ്റ് സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് അങ്ങനെ നിറഞ്ഞ് പന്തി ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. കാരണം ഈ കാർബണേറ്റിൻ്റെ എഫറസൻസിനും ഈ ആസിഡിൻ്റെ എഫറസൻസിനും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം. അപ്പോൾ ടെസ്റ്റ് എങ്ങനെ ചെയ്യും? അൺനോൺ സാമ്പിൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഒരു 1/2 ഗ്രാമോ അല്ലെങ്കിൽ ഒരു 0.25 ഗ്രാമോ ഒരു സ്പെക്ക്, നിക്കൽ സ്പാറ്റ് സ്പെക്ക് എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ ഇടുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ml സോഡിയം ബൈകാർബണേറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒഴിക്കും. ഒന്ന് കെയർഫുള്ളായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്താൽ ഇങ്ങനെ നുരഞ്ഞ് പന്ത്രണ്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾ കാണുന്നില്ലേ, വാച്ച് ഗ്ലാസ് എടുക്കുക. വാച്ച് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 2 തരി സബ്സ്റ്റൻസ് ഇടുക. എന്നിട്ട് അതിലേക്ക് 2 ഡ്രോപ്പ് സോഡിയം ബൈകാർബണേറ്റ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അതിൽ നിറഞ്ഞ് പൊന്തുന്നത് ഇങ്ങനെ നിറ വരുന്നത് കാണാൻ പറ്റും. നിറഞ്ഞു വരുന്നതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ടെസ്റ്റ് ചെയ്യലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് മൈക്രോ അനാലിസിസ് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള അനാലിസിസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റ് എന്തിനെ കണ്ടുപിടിക്കാനാ? കാർബോക്സിലിക് ആസിഡിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഓക്കെ, ഗോട്ട് ദ ഐഡിയ. ഇനി വരുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എങ്ങനെ കണ്ടെത്തും? കാർബൺ ഡൈ ഓക്സൈഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. എന്താ? ഈ ലൈം വാട്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, ലൈം വാട്ടർ മിൽക്കി ആക്കുന്ന ടെസ്റ്റ്. ലൈം വാട്ടറിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് കടത്തി വിട്ട് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ മിൽക്കിനെസ് ഉണ്ടാവും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം. കുറച്ച് കൂടുതൽ അളവ് എടുക്കേണ്ടി വരുന്നു മാത്രം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ. അടുത്തത് ആക്ഷൻ ഓഫ് മെറ്റാലിക് സോഡിയം. അതിൽ കെമിസ്ട്രി പറഞ്ഞില്ല, ഞാൻ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് കെമിസ്ട്രി പറയാം. ആക്ഷൻ ഓഫ് മെറ്റാലിക് സോഡിയം. എ സ്മോൾ pellet of metallic sodium is added to a little of the substance dissolved in dry benzene. In that case, if you observe brisk effervescence, the compound will be acids, alcohols, or sometimes phenols. ആൽക്കഹോളിനെ, ആസിഡിനെ, ഫീനോളിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ആക്ഷൻ ഓഫ് മെറ്റാലിക് സോഡിയം. പക്ഷെ ഇതും വളരെ അപകടകരമായ ടെസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ
ചെയ്യണമെന്നില്ല, കോമ്പൗണ്ട് നേച്ചർ അനുസരിച്ച് നമുക്ക് എഴുതി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി പറയാമെന്ന് എനിക്ക് തോന്നി. 2 ടെസ്റ്റുകളുടെ നോക്കൂ. കെമിസ്ട്രി ഓഫ് റിയാക്ഷൻ വിത്ത് സോഡിയം ബൈകാർബണേറ്റ് നോക്കൂ. സോഡിയം ബൈകാർബണേറ്റ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കി സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ അനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബ്രിസ്കർ ഫ്ലോറസൻസ് ആയിട്ട് ഇങ്ങനെ പരമായിട്ട് പുറത്തേക്ക് വരണേ. അത് മനസ്സിലായില്ലേ? നോക്കൂ, സിമ്പിൾ കെമിസ്ട്രിയാണ് ഇത്. ഇനി മെറ്റാലിക് സോഡിയത്തിന്റെ റിയാക്ഷൻ, ഒരു കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ സോഡിയം ആയിട്ട് ഈ ഇക്വേഷൻ പ്രകാരം റിയാക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ ആണ് പുറത്ത് വരിക. അത് നിങ്ങൾ ഈ കത്തിച്ച് നോക്കാനോ സ്മെല്ല് ചെയ്ത് നോക്കാനോ നിൽക്കരുത്. ഹൈഡ്രജൻ ആണ് പോയിസണസ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ തീ പിടിക്കാവുന്ന സാധനം ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റിന് ഇത് ചെയ്യേണ്ടെന്ന് ഞാൻ പറയാറ്. അതിന് കാരണം ഇത് കൂടി പറഞ്ഞിട്ടാവാം. നോക്കൂ, ഫീനോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുമ്പോൾ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇതും എഫ്ലോറസൻസ് ആയിട്ട് പുറത്ത് വിടും. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആയിക്കോട്ടെ, ഫീനോൾ ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, എല്ലാ കേസിലും സിമിലർ റിയാക്ഷൻസ് ആണ്. ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ബ്രിസ്കർ ഫ്ലോറസൻസ് ആയിട്ട്. മനസ്സിലായോ? ഈ ആൽക്കഹോളിന്റെ ടെസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ? ആൽക്കഹോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനില്ല പരീക്ഷ സിലബസ് അനുസരിച്ച്. അതുകൊണ്ട് അതിന്റെ റിയാക്ഷൻ തന്നിട്ടില്ല. മനസ്സിലായി കാണുന്ന വിചാരിക്കണം. ഇനി അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാറില്ല. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞില്ല, പറയാന്ന് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. പറയുന്നതാണ്, ഈ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ചെയ്യുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട് ബെൻസിൽ ഡിസോൾവ് ചെയ്യും, ഡ്രൈ ബെൻസിൽ ഡിസോൾവ് ചെയ്യും, മെറ്റാലിക് സോഡിയം എന്നിട്ട് അതിലേക്ക് ഇടാണ് ചെയ്യണേ. മനസ്സിലായോ? മെറ്റാലിക് സോഡിയം ഈ മണ്ണെണ്ണ കളഞ്ഞ് ചെറിയൊരു പീസ് അതിലിട്ട് കഴിയുമ്പോൾ ഈ റിയാക്ഷൻ നടന്ന് മെറ്റാലിക് സോഡിയം ഈ റിയാക്ഷൻ നടന്ന് ബെൻസീനിൽ സംഭവിക്കും, ബബിൾസ് ഉണ്ടാക്കും. ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സോഡിയയിൽ കിടക്കും കുറച്ച് ബാക്കിയുള്ളത് ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഉൾപ്പെടും. ടെസ്റ്റ് ട്യൂബ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ചിട്ട് ഈ സിങ്കിലേക്ക് കഴുകി ഒഴിക്കും. സോഡിയം വെള്ളമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും, ഉടനെ തീ പിടിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വിഗറസ് റിയാക്ഷനാ. തീ പിടിക്കുക മാത്രമല്ല, അതിനൊപ്പം ഈ ബെൻസീനും മറ്റു ഓർഗാനിക് കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഈ ബെൻസീൻ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ പോലുള്ള സാധനം ഭൂം എന്ന് പറഞ്ഞ് നമ്മൾ ഈ മന്ത്രവാദം കിടക്കുമ്പോൾ തീ വരില്ലേ, അല്ലെങ്കിൽ ബോംബ് എക്സ്പ്ലോഷൻ, അതുപോലത്തെ തീ ഭൂം എന്ന് പറഞ്ഞ് പൊന്തും. അത്ര വലിയൊരു തീയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തുള്ള സാധനങ്ങൾക്ക് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാബിൽ നിൽക്കുമ്പോൾ പല തരത്തിലുള്ള ചിന്തകൾ. അപ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ ആ സമയത്ത് കഴിയുന്ന നേരത്തൊന്നും ഓർക്കില്ല, ഒഴിക്കും, തീ പിടിക്കും. അങ്ങനെ എല്ലാ തവണയും ഇത് ആവർത്തിക്കാറുണ്ട്, എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് നിങ്ങളോട് ചെയ്യേണ്ട എന്ന് ഞങ്ങൾ അധ്യാപകർ പറയാറ്. ഓക്കെ, അപ്പോൾ ആക്ഷൻ ഓഫ് മെറ്റാലിക് സോഡിയത്തിന്റെ ടെസ്റ്റ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കെമിസ്ട്രിക്ക് എഴുതി പഠിക്കുന്നതിന് വേണ്ടി നോട്ട്ബുക്ക് ഉണ്ടാക്കണം, എഴുതി പഠിക്കണം. ഓക്കെ, ദെൻ സോഡ ലൈം ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ്, അതിന്റെ കെമിസ്ട്രി വരുന്നത് ഇവിടെയാണ്, തുടർന്ന് പോകും. അടുത്ത ടെസ്റ്റ് ആണ് ആക്ഷൻ ഓഫ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് കാർബോക്സിലിക് ആസിഡുകളെയും അതായത് ഫീനോളിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയും ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഇത്. ആക്ഷൻ ഓഫ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് സൊല്യൂഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. A few drops of neutral ferric chloride solution is added to a little of the substance in water or alcohol. In case if you observe a violet color in the test tube, it may be due to the presence of phenol. A violet color indicates presence of phenols. Sometimes there may be flocculant white precipitate or a green color changing to white precipitate. Anyway, we are not bothered about the two observations B and C. Why it is so? These compounds are not in the syllabus for analysis. So you, for the sake of completion, you have to write these things, but you need not observe this flocculant white precipitate or green color. Okay, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഈ ആൽഫ നാഫ്തോളിനും ബീറ്റ നാഫ്തോളിനും ടെസ്റ്റ് കിട്ടുക, ഇത് രണ്ടും പരീക്ഷയ്ക്ക് അനാലിസിസിന് ഇല്ല. അതുകൊണ്ട് ഈ ടെസ്റ്റ് നിങ്ങൾ ബോധർ ചെയ്യണ്ട. പക്ഷെ അടുത്തുണ്ട് ഡി, ബഫ് കളേർഡ് precipitate. Buff colored precipitate is due to salt formation between carboxylic acid and neutral ferric chloride. Okay, ferric carboxylate form ചെയ്യും. ഫെറിക് കാർബോക്സിലേറ്റ് ഒരു അയണും 3 കാർബോക്സിലേറ്റ് ആനയോണും കമ്പൈൻ ചെയ്ത് സോൾട്ട് ഫോം ചെയ്യും. മനസ്സിലായോ അല്ലേ? ഇതിന്റെ കെമിസ്ട്രി പോകുമ്പോൾ അപ്പോൾ ടെസ്റ്റ് മനസ്സിലായോ?
കോമ്പൗണ്ട് ഒരു ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തതോ അല്ലെങ്കിൽ അക്യൂ സൊല്യൂഷനിലുള്ള ഒരു സാമ്പിളിലേക്ക് 2-3 ഡ്രോപ്പ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യും. അപ്പോൾ വയലറ്റ് കളർ കിട്ടിയാൽ അത് ഫീനോളിൻ്റെ ഇൻഡിക്കേഷനാണ്. ബഫ് കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പ്രസൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫെറിക്ലോറൈഡ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആയിരിക്കണം. അസിഡിക് ഫെറിക്ലോറൈഡ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ന്യൂട്രൽ ഫെറിക്ലോറൈഡ്, അസിഡിക് ഫെറിക്ലോറൈഡ്, ന്യൂട്രൽ ഫെറിക്ലോറൈഡ് എങ്ങനെ ഉണ്ടാക്കുക? അത് റിയേജന്റ് പ്രിപ്പറേഷനുകൾ പഠിക്കാനുള്ളതാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അസിഡിക് ആയിട്ടുള്ള ഫെറിക്ലോറൈഡ് നമ്മൾ എടുക്കുന്നു, ഒരു ബീക്കറിൽ ഒഴിച്ചു വെക്കുന്നു. അപ്പോൾ അതിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാതിരിക്കാം, ചിലപ്പോൾ ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കാം. മിക്കവാറും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് അതിലേക്ക് ആ ക്ലിയർ സൊല്യൂഷനിലേക്ക്, ക്ലിയർ അല്ല, ഒരു ബ്രൗൺ കളർ സൊല്യൂഷൻ ആയിരിക്കും അത്. ആ യെല്ലോ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ സൊല്യൂഷനിൽ, ഡാർക്ക് ബ്രൗൺ സൊല്യൂഷനിലേക്ക് നിങ്ങൾ എന്ത് ആഡ് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. എവിടെ വരെ ആഡ് ചെയ്യും? അതിലൊരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നവരെ ആഡ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്നത്, അതുകൊണ്ട് അത് ആൽക്കലൈനായി മാറും. എന്നിട്ട് നമ്മളതിനെ മിനിമം ക്വാണ്ടിറ്റി HCl ഡിസോൾവ് ചെയ്യും. ഡൈല്യൂട്ട് HCl ഓരോ ഡ്രോപ്പ് ഒഴിച്ച് ഇളക്കി മിനിമം ക്വാണ്ടിറ്റി HCl ഡിസോൾവ്, കുറച്ച് പ്രസിപ്പിറ്റേറ്റ് ബാക്കി നിന്നാലും കുഴപ്പമുള്ള കേസല്ല. അതിനെ നമ്മൾ വിളിക്കുക ന്യൂട്രൽ ഫെറിക്ലോറൈഡ്. അപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിലേക്ക് ഫീനോളിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്താൽ എന്ത് ഒബ്സർവ് ചെയ്യുന്ന പറഞ്ഞാൽ, ഫീനോൾ ആണെങ്കിൽ ഒരു വയലറ്റ് കളർ കിട്ടും. പിന്നെ അതാ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഒരു ബഫ് കളർ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എന്താണ് അതിന് കെമിസ്ട്രി എന്ന് നോക്കാം. നോക്കൂ, ന്യൂട്രൽ ഫെറിക്ലോറൈഡിലെ FeCl3 ഫീനോളായിട്ട് റിയാക്ട് ചെയ്യും. 6 യൂണിറ്റ് ഫീനോളായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ടൊരു വയലറ്റ് കളർ കോംപ്ലക്സ് ഫോം ചെയ്യുക. ആ കോംപ്ലക്സ് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. 6C6H5OH plus FeCl3 gives FeOC6H5 6 times thrice, square bracket thrice. അപ്പോൾ ഇതിനെന്ത് പേര് വിളിക്കും? ഇതിനെ ഫീനോക്സൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ടിന് എന്ത് പേര് വിളിക്കും? ഇത് നെഗറ്റീവ് അയോണാണ്. നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ടിന് പേര് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് അയോൺ ഉണ്ടാവും. 3 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഏതാ അയണോ മറ്റേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ അയോണിന് മാത്രം എങ്ങനെ പേര് കൊടുക്കും നിങ്ങൾ? ഫെറിക്, ഹെക്സ, അയണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 3 ആണ്. അപ്പോൾ ഫെറിക്, പിന്നെ ഹെക്സ ഫീനോക്സൈഡ് ആണ്. ഹെക്സ ഫീനോക്സോ നമ്മൾ ഫിനോക്സൈഡ് ആണ്. ഫിനോക്സൈഡോ എന്നല്ല വെക്കണ്ടേ, നിങ്ങൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടില്ലേ? ഹെക്സ ഫീനോക്സൈഡോ അയണിനെ ഫെറേറ്റ് എന്ന് വിളിക്കും. ഫെറേറ്റ് 3, ഹെക്സ ഫീനോക്സൈഡോ അല്ലേ? ആലോചിച്ച് നോക്ക്, ഹെക്സ ഫീനോക്സൈഡോ ഫെറേറ്റ് 3 എന്ന് പറയുന്ന അയോണിക് സാധനം. ഇത് ഒക്ടാഹൈഡ്രൽ കോർഡിനേഷൻ ഉള്ളതാണ്. അതായത് ഒരു സ്ക്വയർ പ്ലാനറിന്റെ പ്ലെയിനിൽ 4 ഫിനോക്സൈഡ് അയോണും പ്ലെയിനിന്റെ മുകളിൽ ഒരെണ്ണവും താഴെ വേറൊരെണ്ണമായിട്ട് 6 കോർഡിനേഷൻ നമ്പറുള്ള ഒരു കോംപ്ലക്സ് ആണ്. അതിന് വയലറ്റ് കളറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫിനോളിന്റെ പ്രസൻസിൽ അത് എന്തുണ്ടാവുന്ന വയലറ്റ് കളർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. ഇനി കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ എന്ത് റിയാക്ഷൻ ഉണ്ടാവും നോക്കി. കാർബോക്സിലിക് ആസിഡ് 3 കാർബോക്സിലിക് ആസിഡ് മോളിക്യൂൾ FeCl3 ആയിട്ട് സോൾട്ട് ഫോം ചെയ്യണേ. ഓക്കെ, ഫെറിക് കാർബോക്സിലേറ്റ് എന്ന് പറയും. സിമ്പിൾ അയോണിക് കോമ്പൗണ്ട് ആണ്. ഇതിന് ബഫ് കളറുണ്ട്. അതുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് എളുപ്പത്തിൽ കണ്ടെത്താം ബഫ് കളർ. എല്ലാ കാർബോക്സിലിക് ആസിഡും ബഫ് കളർ കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല കേട്ടാ, ചെറിയ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രി ഓഫ് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ടെസ്റ്റ്. ഇനി അടുത്തൊന്നാണ് ആക്ഷൻ ഓഫ് ബോർഷസ് റിയേജന്റ്. എന്താ ബോർഷസ് റിയേജന്റ് എന്നറിയോ? 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന സാധനമാണ് അതിൽ ആക്റ്റീവ് സ്പീഷി. ഈ ഹൈഡ്രസോണും ആൽഡിഹൈഡിനെയും കീറ്റോണായിട്ട് റിയാക്ട് ചെയ്താൽ ഈ ഹൈഡ്രസോൺ ഫോം ചെയ്യും. ഹൈഡ്രസീൻ എന്തുണ്ടാവും? ഹൈഡ്രസോൺ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് ഹൈഡ്രസോൺ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ബോർഷസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ സ്പീഷി ഏതാ? 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ. അത് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൽക്കഹോൾ കോൺസെൻട്രേറ്റ്സിലൊക്കെ ആയിട്ടുള്ള ഒരു മിക്സറിൽ റിയാക്ഷൻ നടത്ത പാകത്തിന് ആക്കി വെക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർഷസ് റിയേജന്റ്. ടെസ്റ്റ് നമ്മൾ ഇങ്ങനെ നടത്തും. എ ലിറ്റിൽ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ആൽക്കഹോൾ ഇസ് ഷേക്കൺ വെൽ വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബോർഷസ് റിയേജന്റ്. റാക്കിൽ ബോർഷസ് റിയേജന്റ് അസച്ച് ഉണ്ടാവും. നിങ്ങൾ ചെയ്യാനുള്ളത് എന്നിട്ടാ ഈ ഒരു കോമ്പൗണ്ട് കുറച്ച് ആൽക്കഹോൾ ഡിസോൾവ് ചെയ്യിക്കും. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ml ബോർഷസ് റിയേജന്റ് ഒഴിച്ച് നന്നായി ഷേക്ക് ചെയ്ത് നോക്കും. നല്ല ഓറഞ്ച് കളർ പ്രസിപ്പിറ്റേറ്റോ യെല്ലോയിഷ് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റോ കിട്ടിയാൽ അത് ആൽഡിഹൈഡോ കീറ്റോൺ ആയിരിക്കും.
നമുക്കതിൻ്റെ റിയാക്ഷൻ നോക്കാം. നോക്കൂ, ഒരു ആൽഡിഹൈഡ്, കീറ്റോണിന് സെയിം റിയാക്ഷൻ കിട്ടും. ഞാൻ ആൽഡിഹൈഡ് ഈസ് എക്സ്പ്ലെയിൻ. ആൽഡിഹൈഡ് 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസിൻ എന്ന് പറയുന്ന ബോർഷസ് സ്റ്റേജിൽ ആക്റ്റീവ് സ്പീഷി ആയിട്ട് ഇത് കമ്പൈൻ ചെയ്യും. ഈ ഡബിൾ ബോണ്ടും ഈ H2 കൂടിയാണ് കമ്പൈൻ ചെയ്യുക. ഇവിടുന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ NH പറയും ഡബിൾ ബോണ്ടോ ഇവിടെ കണക്ട് ചെയ്യണം. നോക്കി ഇവിടെ അട്ടം നോക്കി, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആൽഡിഹൈഡ് 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസോൺ. ഹൈഡ്രസിന്റെ പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രസോൺ. അതിന് യെല്ലോ ഓർ ഓറഞ്ച് കളർ അതിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളറിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. കീറ്റോൺ ഇതുപോലെ തന്നെ. കീറ്റോൺ ഇവിടെ എന്താവും? 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസീനായിട്ട് റിയാക്ട് ചെയ്ത് കീറ്റോൺ 2,4-ഡൈനൈട്രോഫീനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യും. ഇവിടെ യെല്ലോ ഓർ ഓറഞ്ച് കളർ നമ്മൾ ജനറലി പറഞ്ഞാലും മിക്കവാറും നല്ല ഡീപ്പ് കളറാണ് ഈ കീറ്റോണിന്റെ കേസിൽ കിട്ടുക. ആൽഡിഹൈഡിന് കുറച്ച് യെല്ലോയിഷ് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടുക. കീറ്റോണിന് കമ്പാരിറ്റീവ്ലി ഓറഞ്ച് കളറോ റെഡ് കളറുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ഓക്കെ, ഇനി 10ാമത്തെ ടെസ്റ്റാണ് ആക്ഷൻ ഓഫ് ഷിഫ്റ്റ്സ് റിയേജന്റ്. ഷിഫ്റ്റ്സ് റിയേജന്റ്. A little of the substance is added to 1 ml of Schiff's reagent and shaken well. Violet color developed within 1 or 2 minutes. Presence of aldehydes. Okay, Schiff's reagent എന്നൊന്നും ആദ്യം അറിയേണ്ടി വരും. Schiff's reagent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫ്യൂഷിന്നോ എന്നൊക്കെ പറയും. പാരാറോസാലിൻ എന്നൊക്കെ വിളിക്കും. ഒരു ഡൈ ആണത്. ഒരു വയലറ്റ് കളറുള്ള ഒരു ഡൈ ആണ് ഈ ഫ്യൂഷൻ അല്ലെങ്കിൽ പാരാറോസാനിലിൻ എന്ന് വിളിക്കുന്ന ഈ സാധനം. ഡൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കളറുള്ള കോമ്പൗണ്ട്. ഈ ഡൈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന് കളർ ഉണ്ടാവും. എന്ത് കളർ? ഈ വയലറ്റ് കളർ അതിനുണ്ടാവും. എന്നിട്ട് അതിന്റെ കളർ കളയാനായിട്ട് നമ്മൾ അതിലേക്ക് സൾഫർ ഡയോക്സൈഡ് പാസ് ചെയ്യും. വാട്ടറിന്റെ പ്രസൻസിൽ സൾഫർ ഡയോക്സൈഡ് വരുമ്പോൾ H2SO3 ആയിട്ട് മാറി. H2SO3 സൾഫ്യൂറസ് ആസിഡ് ആണ് അല്ലേ? സൾഫ്യൂറസ് ആസിഡ്. ഈ സൾഫ്യൂറസ് ആസിഡ് ബ്ലീച്ചിങ് ആക്ഷൻ ഉള്ളതാണ്. അപ്പൊ അതിനെ ബ്ലീച്ച് ചെയ്ത് കളറിൽ ഉണ്ടാക്കും. ആ കളറിലാണ് നിൽക്കുന്ന കേസിൽ നമ്മളതിന് ല്യൂക്കോ കോമ്പൗണ്ട് എന്ന് പറയാം. ചില ഡൈകൾ അങ്ങനെയാണ്. നമ്മൾ സൂട്ടബിൾ ആയിട്ട് ഓക്സിഡൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ കളർ പോകും. അപ്പോൾ ഇനർട്ടായിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ഫോമിനെ നമ്മൾ ല്യൂക്കോ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. ഈ ല്യൂക്കോ കോമ്പൗണ്ട് ഫർദർ റിയാക്ഷൻ, ഓക്സിഡേഷനോ റിഡക്ഷനോ നടക്കുമ്പോൾ തിരിച്ചുള്ള കൺവേർഷൻ നടത്തുമ്പോൾ അതിന്റെ പഴയ കളർ റീജനറേറ്റ് ചെയ്തു വരും. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാൻ ടെസ്റ്റോടെ നിൽക്കട്ടെ. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നീലം നിങ്ങൾക്കറിയാം. നീലം, ഇൻഡിഗോയുടെ ടൈപ്പ് നീലം, തുണികളിൽ ചേർക്കുന്ന നീലം. നമ്മളതെങ്ങനെ ചെയ്യാം? നീലം നല്ല നീല കളറാണ്. വെള്ളത്തിൽ കലക്കുന്ന നീല കളറുണ്ട്. അത് വാട്ടർ സൊല്യൂബിൾ ആയിട്ട് ല്യൂക്കോ കോമ്പൗണ്ടിനാണ് ആ നീല കളറുള്ളത്. ആ ഡൈ ശരിക്കുള്ള കളർ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ആണ്, വെള്ള കളറുള്ള സാധനമാണ്. അപ്പോൾ ഈ വെള്ള കളർ, ഈ വെള്ളമുണ്ടിൽ നമ്മൾ ഈ എന്താ പറയാ നീല കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഈ വെള്ള കളറുള്ള സബ്സ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്ത് അതിനെ ബ്ലൂ കളറാക്കി വാട്ടർ സൊല്യൂബിൾ ആക്കി നിർത്തിയേക്കണം. ആ വാട്ടർ സൊല്യൂബിൾ കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ച് അതിനെ വെള്ളത്തിൽ കലക്കി ഡൈല്യൂട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി അതിൽ നമ്മുടെ വെള്ള തുണികൾ അതിൽ മുക്കി എടുത്ത് ഉണക്കാനിടും. അറ്റ്മോസ്ഫിയറിന്റെ പ്രസൻസിൽ, എയറിന്റെ പ്രസൻസിൽ, വെയിലത്തോ അല്ലെങ്കിൽ സ്ലോ ഓക്സിഡേഷൻ ആണ് സാധനം. അപ്പോൾ ഈ ബ്ലൂ കളറുള്ള ഇനർട്ടായിട്ടുള്ള വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഈ നീലം എന്ന് പറയുന്ന ഡൈ അറ്റ്മോസ്ഫിയർ എയറിന്റെ പ്രസൻസിൽ, ലൈറ്റിന്റെ പ്രസൻസിൽ അത് ഓക്സിഡൈസ് ചെയ്ത് ആ നീല കളറിന്റെ ഒറിജിനൽ കളറായിട്ടുള്ള വെള്ള കളർ റീജനറേറ്റ് ചെയ്യും. അത് ഈ തുണിയുടെ സർഫസിലായിരിക്കും വെള്ള കളർ ഉണ്ടാക്കുക. തുണി നല്ല വെളുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഫാബ്രിക് ബൈൻഡർ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇവിടെ വയലറ്റ് കളറുള്ള ഷിഫ്റ്റ്സ് റിയേജന്റിനെ വെള്ളത്തിൽ കലക്കി അതിന്റെ കളർ സൾഫർ ഡയോക്സൈഡ് പാസ് ചെയ്ത് അതിന്റെ കളർ കളഞ്ഞു വെച്ചേക്കുക. ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും അത് ഷിഫ്റ്റ്സ് റിയേജന്റ്. അത് ആൽഡിഹൈഡിലേക്ക് നമ്മൾ അത് ഒരു ml ഒഴിച്ച് ഇളക്കുമ്പോൾ അവിടെ ഈ റിയാക്ഷൻ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ കളറില്ലാത്ത കളർലെസ് സൊല്യൂഷൻ എന്തായി മാറും? പാരാറോസാലിനിന്റെ കളർ റീജനറേറ്റ് ചെയ്യും, വയലറ്റ് കളർ. അപ്പൊ ഈ വയലറ്റ് കളർ കിട്ടിയാൽ എന്താ അർത്ഥം? നമുക്കത് നമ്മൾ തന്നുള്ള അണ്ണൻ കോമ്പൗണ്ട് എന്താ? ആൽഡിഹൈഡ് എന്നാണ് വെപ്പ്.
കീറ്റോൺസിന് റിയാക്ഷൻ കിട്ടില്ല. മനസ്സിലാക്കാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ കുട്ടികൾക്ക് പറ്റാറുള്ള ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഇത് ഒഴിച്ചു വെക്കും, അപ്പോൾ കളറൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ വയലറ്റ് കളർ. തെറ്റിപ്പോയി, അത് വയലറ്റ് കളർ കിട്ടിയപ്പോൾ അതുകൊണ്ട് ആൽഡിഹൈഡ് ആണെന്ന് വിചാരിച്ച് എല്ലാവരും ഇത് ആൽഡിഹൈഡ് എന്ന് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. കാരണം ഈ കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പാരാറോസാനലിന്റെ സൊല്യൂഷനിലേക്ക് ഈ സൾഫർ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കളറിലാണ്ട് വെച്ചേക്കുന്നതാണ്. ഈ സൊല്യൂഷൻ ഒരു റിയേജന്റും അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് പുറത്ത് പോയി വയലറ്റ് കളർ റീജനറേറ്റ് ചെയ്യും. മനസ്സിലായോ? വെറുതെ വെച്ചാൽ കൂടി റീജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് വളർച്ച് ബ്രൗൺ ബോട്ടിലാണ് റിയേജന്റ് സൂക്ഷിക്കുക. ആ സമയത്ത് മാത്രമേ പുറത്തെടുക്കുള്ളൂ. ക്ലിയർ ആയ ഐഡിയ? അപ്പോൾ വയലറ്റ് കളർ എപ്പോഴും കിട്ടുന്നല്ല. ആൽഡിഹൈഡ് ആണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന വയലറ്റ് കളർ റീജനറേറ്റ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ ആൽഡിഹൈഡ് ആവുള്ളൂ. അതിന് സമയപരിധി ഉണ്ട്. 1 മിനിറ്റിനും 2 മിനിറ്റിനുള്ളിൽ ഈ വയലറ്റ് കളർ റീജനറേറ്റ് ചെയ്താലേ എന്താവുള്ളൂ, ആൽഡിഹൈഡ് ആവുള്ളൂ. കീറ്റോണിക് ടെസ്റ്റ് കിട്ടില്ല. അതിന്റെ കെമിസ്ട്രി നോക്കിയോളൂ. നോക്കൂ, ഈ ഡൈ ആണ് നമ്മൾ പാരാറോസാനിൽ എന്ന് വിളിക്കുന്നത്. ഈ ഡൈ ട്രൈഫിനൈൽ മീഥൈൻ ഡൈ എന്നൊക്കെ വിളിക്കും നമ്മൾ ഇതിനെ. പാരാറോസാനിൽ ഫ്യൂഷൻ എന്നും വിളിക്കും. ഓക്കെ, ഈ ഡൈയിലെ നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറിൽ കടത്തിവിടുകയാണ് ചെയ്യണേ. H2SO3 ആയി മാറും. അപ്പൊ ഇതിന്റെ കളർ പോവും അവിടെ. കാരണം ഇവിടെ ഇതിന്റെ ഓക്സിഡൈസ് ചെയ്യണം. ഈ പൊസിഷനിലേക്ക് ഒരു SO3H ഗ്രൂപ്പ്, ഇവിടേക്ക് ഒരു SO3H ഗ്രൂപ്പ്, ഇവിടേക്ക് ഒരു SO3H ഗ്രൂപ്പ്, SO2H ആണ് വരണേ ഒരെണ്ണം വാട്ടർ എലിമിനേഷൻ നടന്നിട്ട്. അപ്പൊ ഈ തരത്തിലുള്ള സ്ട്രക്ചർ വരുമ്പോൾ ഇത് കളർലെസ് ആയിട്ടുള്ള ലൂക്കോ കോമ്പൗണ്ട് ആണ്. അത് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റ് റിയേജന്റ് കാണുമ്പോൾ ക്ലിയറിലായിരിക്കും. ആ ക്ലിയർ സൊല്യൂഷനിൽ ഇതിന്റെ സൊല്യൂഷനാണ് സാധനം. ഇത് ആൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സംഭവിക്കും. ഇത് ഇവിടെ ആൽഡിഹൈഡ് നോക്കി, ഈ പൊസിഷനിൽ നമുക്ക് റിയാക്ഷൻ. ആൽഡിഹൈഡ് സംഭവിക്കും ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കി, ആൽഡിഹൈഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ ഈനോൾ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യണേ. ഇവിടെ ഫോം ചെയ്ത് ഇവിടെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കിനനോയിഡ് സ്ട്രക്ചർ റീജനറേറ്റ് ചെയ്യും. ഈ കിനനോയിഡ് സ്ട്രക്ചർ ഇവിടെ ഈ വയലറ്റ് കളർ ഉണ്ടാവാൻ കാരണം ഈ കിനനോയിഡ് സ്ട്രക്ചർ നോക്കി, കീനോണിന്റെ ബേസിക് സ്ട്രക്ചറാണ് ഇത്. കിനനോയിഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് കിനോയിഡ് സ്ട്രക്ചർ റീജനറേറ്റ് ചെയ്യും. ഇതിന് വയലറ്റ് കളറുണ്ട്. അപ്പോൾ ടെസ്റ്റ് ആൽഡിഹൈഡ്സിനെ കിട്ടുള്ളൂ, കീറ്റോൺസിന് കിട്ടില്ല. അതും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ, മാക്സിമം 1 മിനിറ്റിനുള്ളിൽ കിട്ടണം. ക്ലിയർ ആയിട്ടുള്ള അൺനോൺ സബ്സ്റ്റൻസ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. ആൽക്കഹോൾ ഡിസോൾവ് വെച്ച് അതിലേക്ക് ഞാൻ ആൽക്കഹോളിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ ക്ലിയർ സൊല്യൂഷൻ ആയിട്ടുള്ള ഷിഫ്റ്റ് റിയേജന്റ് ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് വയലറ്റ് കളർ റീജനറേറ്റ് ചെയ്താൽ അത് അൺനോൺ സബ്സ്റ്റൻസ് ഏതായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും. കീറ്റോണിന് ഈ ടെസ്റ്റ് കിട്ടില്ല. കീറ്റോണിന് റിയാക്ഷൻ നടക്കില്ല. അതിന്റെ കാരണം ഓക്കെ മനസ്സിലാക്കാണ് ഞാൻ വിചാരിക്കണം. ഇനി ഇത് കുറച്ച് നേരം റിയേജന്റ് മാത്രം തുറന്നു വെച്ചാലും വയലറ്റ് കളർ വരും. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കളർ വന്നിട്ട് കാര്യമില്ല. 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് കിട്ടണം? ഈ പറയുന്ന വയലറ്റ് കളർ കിട്ടിയാൽ മാത്രമേ അൺനോൺ സബ്സ്റ്റൻസ് എന്താവുള്ളൂ? ആൽഡിഹൈഡ് ആവുള്ളൂ. ഇപ്പോൾ ടെസ്റ്റുകൾ മനസ്സിലായി തോന്നും. അപ്പോൾ 9ാമത്തെ ടെസ്റ്റാണ് ആക്ഷൻ ഓഫ് ബോർഷസ് റിയേജന്റ്. 10ാമത്തെ ടെസ്റ്റാണ് ആക്ഷൻ ഓഫ് ഷിഫ്റ്റ് റിയേജന്റ്. ഷിഫ്റ്റ് റിയേജന്റ് നോക്കി, a little of the substance is added to 1 ml of Schiff's reagent and shaken well. Violet color developed within 1 to 2 minutes. Presence of aldehydes. കീറ്റോണിനെയും ആൽഡിഹൈഡിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഇത് ഈ ഷിഫ്റ്റ് റിയേജന്റ് ടെസ്റ്റ്.